അയിത്തമില്ലാതാക്കാനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സവർണ ഹിന്ദുക്കൾക്കിടയിൽ നടന്ന ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. നവോത്ഥാന നായകന്മാർ പടുത്തുയർത്തിയ മതേതരത്വത്തെ വർഗീയവൽക്കരിക്കാനാണ് സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPIM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെയും സവർണ ജാഥയുടെയും 100ാം വാർഷികം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MB ഗോവിന്ദൻ. ജാതി വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്ന അടിമ മനോഭാവത്തിനെതിരെയുള്ള സമരമായിരുന്നു വൈക്കത്തേതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ ഭരണഘടന ഭേദഗതി ചെയ്ത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ഇന്നത്തെ ഭരണഘടന ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ്. ഇന്ത്യൻ ജനത അതിന് കൂട്ടാക്കിയില്ല. ദേശാഭിമാനപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് വർഗീയമായിട്ട് നേടാനാവുമെന്ന് കണ്ട അയോധ്യ ഉൾക്കൊള്ളുന്ന വാസിയാബാദ് ഉൾപ്പെടെ അവിടെ സവർണ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോ എസ് നിർത്തിയ അവർണ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ അവിടെ ജയിച്ചു വന്നു. രാമക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടമുള്ള 7 മണ്ഡലങ്ങളിൽ BJP തോറ്റു. UP നല്ല പോലെ തോൽക്കും അവസ്ഥ വന്നു. ഇതെല്ലാം ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിലും അന്ന് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ നല്ല രീതിയിൽ സവർണ വിഭാഗം ജാതിവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടിയും മനുസ്മൃതിക്ക് വേണ്ടിയും ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തമാണ്. നവോത്ഥാന മൂല്യങ്ങളുടെ പ്രശ്നം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ടു പോകാൻ മന്നത്ത് പത്മനാഭന് കഴിഞ്ഞു. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വർത്തമാന കാലഘട്ടത്തിലും കഴിയണം. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച മനുസ്മൃതിയെയും ചാതുർവർണ്ണയ വ്യവസ്ഥയെയും അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന സൃഷ്ടിക്കാനുള്ള അശ്ലീല ശ്രമമാണ് സംഘപരിവാർ BJPയെ മുൻനിർത്തി നടത്തുന്നത്. നവോത്ഥാന നായകന്മാർ പടുത്തുയർത്തിയ മതേതരത്വത്തെ വർഗീയവൽക്കരിക്കാനും ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുമുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV റസൽ, സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഹരികുമാർ, കൃഷ്ണകുമാരി രാജശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KC ജോസഫ്, ഡോക്ടർ PK പത്മകുമാർ, ഏരിയ സെക്രട്ടറി KD സുഗതൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയോട് അനുബന്ധിച്ച് ചങ്ങനാശ്ശേരി നഗരത്തിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. തെയ്യം, കഥകളി, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു സാംസ്കാരിക ഘോഷയാത്ര. റെഡ് വോളണ്ടിയർ പരേഡും നടന്നു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 20 മുതൽ 31 വരെ ചെങ്ങന്നൂരിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ EMS കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന മേളയുടെ അവലോകന യോഗം സംഘാടക സമിതി അധ്യക്ഷൻ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ 2025 സംരംഭകത്വ വർഷമായി മാറ്റണമെന്നും ലോകത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. മേളയുടെ ഭാഗ്യചിഹ്നവും പോസ്റ്ററും തീം സോങ്ങും മന്ത്രി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്ത്, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, സെക്രട്ടറിമാർ, CDS ചെയർപേഴ്സൺമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ജില്ലാ മിഷൻ ഭാരവാഹികൾ, വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സമൂഹത്തിൽ കണ്ടുവരുന്ന വിവാഹേതര ബന്ധങ്ങൾ കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതിനൊപ്പം കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി. തിരുവല്ല മാമൻ മത്തായി നഗർ ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മക്കളെ ഉപകരണമായി കണ്ട് മാതാപിതാക്കൾ അവരവരുടെ ഭാഗത്തെ ന്യായീകരിക്കുമ്പോൾ കുട്ടികളുടെ ഭാവിയാണ് നശിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ മുന്നറിയിപ്പ് നൽകി. ICDSന്റെ സഹായത്തോടെ വനിതാ കമ്മീഷൻ കൗൺസിലിംഗ് നടത്തുന്നത് ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. കുടുംബ ബന്ധങ്ങൾ യോജിപ്പിക്കാനുള്ള ശ്രമമാണ് കൗൺസിലിംഗിനോട് ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. ഇന്ന് വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു പങ്കും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു സാഹചര്യം കമ്മീഷൻ നിരീക്ഷിക്കുകയാണ്. വിവാഹേതര ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുക മാത്രമല്ല, കുട്ടികളെ
കുട്ടികളുടെ മാനസികാവസ്ഥക്ക് വലിയ രൂപത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചക്കുമൊക്കെ വിഘാതമുണ്ടാക്കുന്ന വിധത്തിൽ വിവാഹേതര ബന്ധങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കമ്മീഷൻ കാണുകയാണ്. പലപ്പോഴും മക്കളെ, ഭാര്യയായാലും അതുപോലെ ഭർത്താവായാലും തൻ്റെ പക്ഷത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ, അപ്പോൾ മക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആ കുട്ടികളുടെ ഭാവിയെയും കുട്ടികളുടെ മാനസികമായിട്ടുള്ള സ്ഥിതിയെയുമൊക്കെ വല്ലാത്ത ദോഷകരമായിട്ടുള്ള രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. കമ്മീഷൻ ICDSൻ്റെ സഹായത്തോടുകൂടി ഇവിടെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. വളരെ ഫലപ്രദമായിട്ടുള്ള രൂപത്തിൽ കൗൺസിലിങ്ങിലൂടെ കുടുംബ ബന്ധങ്ങൾ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വനിതാ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസിനോടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോടും റിപ്പോർട്ട് തേടിയതായി സതീദേവി വ്യക്തമാക്കി. അദാലത്തിൽ ലഭിച്ച 57 പരാതികളിൽ 12 എണ്ണം ഒത്തുതീർപ്പാക്കി. 5 എണ്ണം പോലീസ് റിപ്പോർട്ടിനും 4 എണ്ണം ജാഗ്രതാ സമിതി റിപ്പോർട്ടിനുമായി അയച്ചു. സൗജന്യ നിയമസഹായത്തിനായി ജില്ലാ നിയമസഹായ വേദിയിലേക്ക് 2 പരാതി കൈമാറി. പുതുതായി 1 പരാതി ലഭിച്ചു. 34 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, VR മഹിളാമണി, അഭിഭാഷകരായ സിനി, രേഖ, പോലീസ് ഉദ്യോഗസ്ഥർ, ICDS കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ജനുവരി 1 മുതൽ അടച്ചു തുടങ്ങും. ജനുവരി 3 പൂർണ്ണമായും ഷട്ടറുകൾ അടയ്ക്കും. ഷട്ടറുകൾ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന അടിയന്തര ഉപദേശക സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. നിലവിൽ ബണ്ടിന്റെ 28 ഷട്ടറുകൾ തുറന്നു കിടക്കുകയാണ്. ജനുവരി 3 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ച ശേഷം കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളും പരിഗണിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഷട്ടറുകൾ ക്രമീകരിക്കും. മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയവരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത ശേഷമാണ് ഉപദേശക സമിതി ഷട്ടറുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചത്. സബ് കളക്ടർ സമീർ കിഷൻ, ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി, മത്സ്യത്തൊഴിലാളി കർഷക സംഘടനാ പ്രതിനിധികൾ, കൃഷി, മത്സ്യബന്ധനം, ജലസേചനം തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പുഞ്ചകൃഷിയുടെ ആവശ്യത്തിനായി യൂറിയ, ഫാക്ടംഫോസ് വളങ്ങൾ കിട്ടാതെ കർഷകർ വലയുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളികുന്ന്. കർഷകർക്ക് ആവശ്യമില്ലാത്ത മൈക്രോ ന്യൂട്രിയന്റുകൾ വാങ്ങിയാലേ യൂറിയ നൽകൂ എന്ന നിലപാടാണ് വളക്കമ്പനികളും ഏജൻസികളും സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി അടക്കം 266 രൂപ 50 പൈസ വിലയുള്ള 1 ചാക്ക് യൂറിയ വാങ്ങുമ്പോൾ കൈകാര്യ ചിലവടക്കം 330 രൂപ വരെയാണ് കർഷകർ നൽകേണ്ടി വരുന്നതെന്ന് സോണിച്ചൻ പുളികുന്ന് ചൂണ്ടിക്കാട്ടി. കൂടാതെ യൂറിയ ഉൽപ്പാദിപ്പിച്ചു നൽകുന്ന 3 കമ്പനികളും തങ്ങളുടെ മൈക്രോ ന്യൂട്രിയൻസ് യൂറിയയ്ക്കൊപ്പം നിർബന്ധിച്ചേൽപ്പിച്ച് കർഷകരെ വലയ്ക്കുന്നു. ഇതെടുക്കാൻ തയ്യാറാകാത്ത കർഷകർക്ക് യൂറിയ നിഷേധിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടംഫോസിന്റെ കാര്യത്തിലും ദൗർലഭ്യം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂറിയയ്ക്കായി നമ്മൾ സൊസൈറ്റികളെയും മറ്റ് സ്വകാര്യ ഏജൻസികളെയും സമീപിക്കുമ്പോൾ വ്യാപകമായി കേൾക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് യൂറിയ വേണമെന്നുണ്ടെങ്കിൽ മറ്റ് മൈക്രോ ന്യൂട്രിയന്റുകൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാങ്ങിച്ചേ തീരൂ എന്നുള്ളൊരവസ്ഥയാണ്. നമുക്കറിയാം, ഒന്നാമത് നെൽകർഷകന്റെ ഈ പണമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ടാം കൃഷിയുടെ നെല്ലിന്റെ വില ഇപ്പോഴും പ്രോപ്പറായിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല. പുഞ്ചകൃഷിയിലേക്ക് കർഷകർ കടന്നിരിക്കുകയാണ്. സാമ്പത്തികമായി വളരെയധികം ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തിനാണ് അമിത വില കൊടുത്ത് ആവശ്യമില്ലാത്ത മൈക്രോ ന്യൂട്രിയന്റുകൾ വാങ്ങിക്കാൻ കർഷകരെ ഈ രീതിയിൽ നിർബന്ധിക്കുന്നത്? തന്നെയുമല്ല, ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് ഫാക്ടംഫോസിന്റെ ലഭ്യതയിൽ പോലും ഇപ്പം പ്രതിസന്ധികൾ ഉണ്ട് എന്നാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടംഫോസ് കേരളത്തിലെ നെൽ കർഷകർക്കും മറ്റും ലഭ്യമാക്കാത്ത അവസ്ഥ എത്രമാത്രം പരിതാപകരമാണ്. ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് നിർബാധം ഒഴുകുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് അതും കിട്ടാക്കനിയാണ്. ഫാക്ടംഫോസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഉത്തരേന്ത്യൻ ബന്ധങ്ങളുള്ളവരാണ് ഈ പ്രവണതയുടെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതെന്നാണ് വ്യാപക ആരോപണം. എന്നാൽ ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കർഷകർക്ക് ആശ്വാസമാകുന്ന നടപടികൾ സ്വീകരിക്കാൻ ജനപ്രതിനിധികളും ഭരണാധികാരികളും അമ്പെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് കർഷകർക്ക് ആവശ്യമായ യൂറിയയും ഫാക്ടംഫോസും മറ്റു വളങ്ങളും ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന വിലയിൽ ലഭ്യമാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സോണിച്ചൻ പുളികുന്ന് ആവശ്യപ്പെട്ടു. കർഷകരോടുള്ള അവഗണന തുടരുന്ന സാഹചര്യത്തിൽ നെൽകർഷക സംരക്ഷണ സമിതി നടത്തിവരുന്ന വാർപാത്ത് സമര പരിപാടി ജനുവരി 4 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക്
പൂപ്പള്ളി ജംഗ്ഷനിൽ വെച്ച് നടത്താൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലെ തന്നെ സാഹിത്യ സമ്പന്നമായ ഭാഷ സംസ്കൃതമാണെന്നും സംസ്കൃത പഠനം എല്ലാ വിദ്യാലയങ്ങളിലും നിർബന്ധമാക്കണമെന്നും ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സംസ്കൃത ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജിൻസി ജോളി. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ആണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അറിയാം, പല ആധുനിക ഭാഷകളുടെയും മാതാവ് എന്ന സംസ്കൃതം ഭാഷ അറിയപ്പെടുന്നു. അതുപോലെ ഈ ഭാഷ അതിൻ്റെ പ്രാചീനതയ്ക്കും വ്യാകരണത്തിനുമൊക്കെ പേരുകളുണ്ട്. അതുപോലെ നമ്മുടെ ആയുർവേദം, പ്രാചീന തത്വചിന്ത, യോഗ, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിഷയങ്ങൾക്ക് ഗവേഷണം ചെയ്യുന്നതിനും സംസ്കൃതം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സംസ്കൃതം പഠിക്കുന്ന കുട്ടികളാണ്. എല്ലാവരും സംസ്കൃതം പഠിക്കുന്ന കുട്ടികളാണോ? അപ്പോൾ നിങ്ങളെല്ലാം ആർജിച്ചെത്തുന്നവരാണ്, ചെയ്തവരാണ് എന്ന് ഞാൻ പറയും. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രകാശ് ജെ തോമസ് അധ്യക്ഷത വഹിച്ചു. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ 2025 നടപ്പിലാക്കുന്ന യോഗ ക്ലാസുകളുടെ ഉദ്ഘാടനം കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പി എ ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഈ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ യോഗ ക്ലാസ് ആരംഭിക്കും. അതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഞാൻ അവസാനിക്കുന്നു. മികച്ച അധ്യാപകനുള്ള 2024 ഗുരുരത്ന, ഗുരുശ്രേഷ്ഠ അവാർഡുകൾ നേടിയ ചാക്കോച്ചൻ ജെ മെതിക്കളം, ലോക കവി സമ്മേളനത്തിൽ പങ്കെടുത്ത് മികച്ച കവിതാവതരണത്തിനുള്ള പുരസ്കാരം നേടിയ ഫിലിപ്പോസ് തത്തമ്പള്ളി എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. അധ്യാപകരായ എം അനിത, എസ് സൗമ്യ, അനുമോൾ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇനിയുള്ള വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ഗതാഗത നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാഹനാപകടത്തിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ അതിദാരുണമായി മരണമടഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയുമൊരു ദുരന്തം ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഡിസംബർ 2 കളർകോട് KSRTC ബസിൽ കാറിടിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 1ാം വർഷ വിദ്യാർത്ഥികളാണ് തൽക്ഷണം മരിച്ചത്. മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, മുഹമ്മദ് ഇക്ബാൽ, ദേവനന്ദൻ, ആയുഷ് ഷാജി, ശ്രീവത്സൻ എന്നിവരാണ് അന്ന് മരണമടഞ്ഞത്. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ ആൽബിൻ ഡിസംബർ 5 മരണപ്പെട്ടു. മറ്റ് 5 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേരളത്തെ നടുക്കിയ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ക്ലാസ് സംഘടിപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് RTO രമണൻ ക്ലാസ് നയിച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വാഹനാപകടത്തെ സംബന്ധിച്ച കണക്കുകൾ നിരത്തിയും നിരവധി വാഹനാപകടങ്ങൾ ഉദാഹരണമാക്കിയുമാണ് RTO ക്ലാസ് നയിച്ചത്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് യാതൊരു കോട്ടവും സംഭവിക്കരുത്. നമ്മുടെ ആയുസ്സിന് യാതൊരു പ്രശ്നവും ഉണ്ടാകും. അതിന് നമ്മൾ ചെയ്യേണ്ടത് സുരക്ഷിതത്വം എന്ന കാര്യം. സുരക്ഷ, ആ സുരക്ഷയ്ക്ക് ഒരു കോംപ്രമൈസും ചെയ്യാം. ഒരു കോംപ്രമൈസ് അതിപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മോട്ടോർ വാഹന അപകടങ്ങളാണ്. ഒരു നിപ്പിന് ഒരു മനുഷ്യനെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവും, ഇല്ലാതായി പോകും. ഒരു മനുഷ്യൻ ഇല്ലാതായി പോകുമ്പോൾ ആ മനുഷ്യന്റെ, ആ വിദ്യാർത്ഥിയുടെ അല്ല യുവാവിന്റെ അല്ല യുവതിയുടെ മാതാപിതാക്കളുടെ ദുഃഖം അത് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരുകയാണ്. അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടാകും. എന്താണെന്നറിയോ? ഇനി നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഇച്ചിരി മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. ഓരോ മാതാപിതാക്കളുടെയും കൺസെപ്റ്റിൽ
മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർ വളർന്ന് വലുതാകുന്നത് നോക്കിയിരിക്കുകയാണ്. അവർ പഠിച്ച് നാളെ മിടുക്കരായി ഒരു ഉദ്യോഗം കിട്ടുന്നത് നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് നിങ്ങളെ ഒരു നല്ല കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ അവരുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോളേജിലെ അനാട്ടമി ഹാളിൽ നടന്ന പരിപാടിയിൽ 170 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. അനാട്ടമി മേധാവി പ്രൊഫസർ എസ് മഞ്ജു ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ CG ചന്തു, A വരുൺ എന്നിവരും പങ്കെടുത്തു. വിട പറഞ്ഞ പ്രിയ കൂട്ടുകാർക്ക് ഒരു നിമിഷം ആദരാഞ്ജലി അർപ്പിച്ചാണ് പരിപാടി ആരംഭിച്ചത്. മങ്കൊമ്പ് തെക്കേക്കര 503 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച നടന്നു. പ്രസിഡന്റ് ജേക്കബ് തോമസ് പെരുമ്പള്ളിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നമുക്ക് ഏകദേശം 2000 ചില്ലുവാനം A ക്ലാസ് മെമ്പർമാരും 2400 ചില്ലുവാനം B ക്ലാസ് മെമ്പർമാരുമുണ്ട്. B ക്ലാസ് മെമ്പർമാരെന്ന് പറഞ്ഞാൽ കിട്ടിക്ക് വേണ്ടി ചേർന്നിരിക്കുന്നത് വലിയ സ്വർണ്ണം പണയം വെക്കാൻ വെച്ചിരിക്കുന്നതായ മെമ്പർമാരാണ്. ഈ A ക്ലാസ് മെമ്പർമാർ 2000 ചില്ലുവാനം മെമ്പർമാരും ഒരു 500 മെമ്പർമാരിൽ താഴെയുള്ളൂ സംഘവുമായിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തുന്നു. ഈ 2000 പേരെങ്കിലും സംഘവുമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തിയിരുന്നെങ്കിൽ ഈ സംഘത്തിൻ്റെ നിലയിലേക്ക് വളരെ സുത്യർഹമായ നിലയിൽ പോയത്. എന്തെങ്കിലും FD അക്കൗണ്ടിൽ കാശിടുവോ, അല്ലെ FD ഇടുവോ, അല്ലെ ആ മെമ്പർമാർ എന്തെങ്കിലും വായ്പകൾ എടുക്കുമോ, അല്ലെ വായ്പകൾ എടുക്കുമോ, അല്ലെ ചിട്ടി ചേരുവോ ഒക്കെ ചെയ്യാം. ഈ 2000 മെമ്പർമാർ അല്ല 500 താഴെ മെമ്പർമാർ മാത്രമേ ബിസിനസ് പരമായി സംഘത്തോട് സഹകരിക്കുന്നുള്ളൂ. ആ സഹകരണം പൂർണ്ണമായി ഒരു 1000 മെമ്പർമാരെങ്കിലും പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ ഈ സംഘം വളരെ സുത്യർഹമായ നിലയിൽ പോകും. വാർഷിക യോഗത്തിന് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം PD ഉണ്ണി പൂപ്പള്ളിക്കുന്നം സ്വാഗതം പറഞ്ഞു. അംഗങ്ങളായ KV ഔസേബ് കുന്നുതറ, ലിജോ ജോൺ പാലത്തറ, ജോസഫ് തോമസ് മുടന്താഞ്ചേരി, VK ഉത്തമൻ വാഴത്തറ, കുഞ്ഞുമോൾ ജോസഫ്, രാജി ബിജു, KS രാധമ്മ, സെക്രട്ടറി ജാൻസി തോമസ് എന്നിവർ സംസാരിച്ചു. 2023-24 വർഷത്തെ റിപ്പോർട്ടും കണക്കും 2025-2026 വർഷത്തെ ബഡ്ജറ്റും യോഗത്തിൽ അവതരിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി സാമൂഹിക പരിസ്ഥിതി സംഘടനയായ മിലൻ 21, മിലൻ കലാസംസ്കൃതി, ചെന്നിത്തല ചെല്ലപ്പൻപിള്ള സ്മാരക സാംസ്കാരിക സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 2-ന് കലാവിരുന്നും സാംസ്കാരിക സദസ്സും നടക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ പ്രകൃതിയുമായും പരിസ്ഥിതിയുമായും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയായിരിക്കും അതിൻ്റെ എല്ലാ പോഷക വിഭാഗങ്ങളും പ്രവർത്തിക്കും. മനുഷ്യൻ്റെ ഇന്ന് നിലവിലുള്ള എല്ലാ ബന്ധങ്ങളെയും പുതുക്കി പണിയേണ്ടതായിട്ട് അത്തരത്തിലേക്ക് ഉയർന്ന ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ എത്തിക്കുക. ഇപ്പോൾ ഈ അടുത്ത സമയം അതൊരു പ്രോഗ്രാമാണെങ്കിൽ ഞങ്ങളൊരു പ്രോജക്റ്റ്, പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നു. പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, കൃഷിയുമായി ബന്ധപ്പെട്ടത്, വനവൽക്കരണം, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്ലാസ്സുകളും അതിനുവേണ്ട അവയർനെസ്സും കൊടുക്കുന്നതിനുള്ളൊരു ടീം തന്നെ ഞങ്ങളോടൊപ്പം. അതോടൊപ്പം തന്നെ ഇത്തരം പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പിലാക്കുന്നതിനൊരു ടെക്നിക്കൽ കോർ ഗ്രൂപ്പ് ഞങ്ങൾക്ക്. അത്തരത്തിൽ എല്ലാ മേഖലയിലും ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ള വളരെ ചെറിയ ഒരു സ്റ്റെപ്പാണ്. ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രകൃതിയും ഞാനും എന്ന വിഷയത്തിൽ 10ഓളം സ്കൂൾ കുട്ടികളുടെ ചിത്രരചനാ മത്സരം നടക്കും. ആഗോളതാപനവും പ്രകൃതി ദുരന്തങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഉപന്യാസ മത്സരം, കലാരൂപങ്ങളുടെ രംഗാവിഷ്കാരം എന്നിവയും ഉണ്ടാവും. കുട്ടികളുടെ പരിപാടികൾ കേരള ഫോക്ലോർ അക്കാദമി കൗൺസിൽ അംഗം പ്രദീപ് പാണ്ടനാടും വൈകിട്ട് 4:30 നടക്കുന്ന സാംസ്കാരിക സമന്വയം പ്രമുഖ ജലശാസ്ത്രജ്ഞൻ ഡോക്ടർ V സുഭാഷ് ചന്ദ്രബോസും ഉദ്ഘാടനം ചെയ്യും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി അംഗങ്ങളായ PAA ലത്തീഫ്, അശോകൻ നായർ, ഡോക്ടർ L ശ്രീരഞ്ജിനി, ഡോക്ടർ O ജയലക്ഷ്മി, രാജേന്ദ്ര പ്രസാദ് അമൃത, N വിശ്വനാഥൻ നായർ, N പ്രഭാകരൻ തൃപ്പരുന്തുറ, MA ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്ത് ATM കൗണ്ടർ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ചമ്പക്കുളം വികസന സമിതി. ഈ ആവശ്യമുന്നയിച്ച് ലീഡ് ബാങ്ക് മാനേജർക്ക് വികസന സമിതി ഭാരവാഹികൾ നിവേദനം സമർപ്പിച്ചു. കുട്ടനാട് താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ 18ഓളം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ, MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം, മങ്കൊമ്പ് സബ് ട്രഷറി, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, പുളിങ്ങുന്ന് പോലീസ് സ്റ്റേഷൻ, ചമ്പക്കുളം വില്ലേജ് ഓഫീസ്,
കുട്ടനാട് താലൂക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ATM കൗണ്ടർ വേണമെന്ന ആവശ്യം ശക്തമാണ്. 1 കിലോമീറ്റർ അകലെ മങ്കൊമ്പ് ജംഗ്ഷനിലാണ് ATM കൗണ്ടർ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ആവശ്യമുന്നയിച്ച് ലീഡ് ബാങ്ക് മാനേജർക്ക് ചമ്പക്കുളം വികസന സമിതി നിവേദനം സമർപ്പിച്ചത്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരളയുടെ അതിനൂതന കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചു. അസാപ്പിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലായിരിക്കും ക്ലാസുകൾ. ഗ്രാഫിക് ഡിസൈൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അഡ്വാൻസ്ഡ് ടാലി, ജാവ പ്രോഗ്രാമിംഗ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഡാറ്റ മാനേജ്മെന്റ് വിത്ത് അഡ്വാൻസ്ഡ് എക്സൽ, ഡിജിറ്റൽ ഫ്രീലാൻസിംഗ്, റീറ്റെയിൽ മാനേജ്മെന്റ് തുടങ്ങി 45 കോഴ്സുകളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. വിശദ വിവരങ്ങൾക്ക് 9459999731 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ 2025 ജനുവരി 6 മുതൽ 7 വരെ സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ, കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനാർത്ഥികൾ ജനുവരി 4 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി 0476-298-5550 എന്ന നമ്പറിലോ 8089391209 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ആലപ്പുഴ ജില്ലയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി പ്രകാരം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസിൽ ജനുവരി 10 വൈകിട്ട് 5 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യഭവൻ ഓഫീസുമായോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ 0477-22511103. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ജനുവരി 1 മുതൽ രാത്രി 9 KCV വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.